വെൽക്കം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളാപ്പവും പിന്നെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചിക്കൻ കറിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിനി. ആ വീഡിയോ നിങ്ങൾ കാണാത്തതുകൊണ്ട് അത് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ വെള്ളാപ്പത്തിൻ്റെ അരി തലേന്ന് അരച്ച് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു വെള്ളാപ്പത്തിൻ്റെ അരി ഇറക്കുന്നതിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഞാൻ തലേന്ന് രാത്രി എടുത്ത വീഡിയോ ആണിത്. ഞാൻ വെള്ളപ്പത്തിൻ്റെ അരി എടുത്തത് ഒരു 3 കപ്പാണ്. 3 കപ്പിൽ ഈ ഒരു കപ്പ് വെച്ചിട്ടാണ് 3 കപ്പ് അരി എടുത്തത്, പച്ചരി. ഈ ഒരു കപ്പിൽ തന്നെ നമ്മൾ തേങ്ങ എടുക്കണം, പിന്നെ അതുപോലെ തന്നെ ചോറ് എടുക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന അളവ് 1.5 കപ്പിൻ്റെ അളവിലാണ്. 1.5 കപ്പ് പച്ചരി, 3 കപ്പ് എല്ലാവരും എടുക്കണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ 1.5 കപ്പിൻ്റെ കണക്ക് പറഞ്ഞിരുന്നത്. 1.5 കപ്പ് പച്ചരി, നല്ല പച്ചരി തന്നെ ആയിരിക്കണം, എന്നാലാണ് നമ്മൾ അപ്പം നന്നാകാൻ. 1.5 കപ്പ് പച്ചരി എടുത്തിട്ട് വെള്ളത്തിൽ ഒരു 5-6 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കാൻ. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഏത് കപ്പിലാണോ പച്ചരി എടുക്കുന്നത് ആ കപ്പിൽ തന്നെ വേണം ചോറും പിന്നെ അതുപോലെ തന്നെ തേങ്ങ എടുക്കാൻ. എന്നിട്ട് ഈ കുതിർത്ത് വെച്ച പച്ചരി ഒന്ന് കഴുകിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഫുള്ളായിട്ട് ഇറക്കുന്നതാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പകുതി പച്ചരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പകുതി ചോറും പകുതി തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കുന്ന സമയത്ത് തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കരുത്, നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കുക. പിന്നെ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയേ, കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട. എന്നിട്ട് ആദ്യം അരച്ച മാവ് നമ്മൾ ഏത് പാത്രത്തിലാണ് ഈ അരി പൊങ്ങാനായിട്ട് വെക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള അരി അരക്കുമല്ലോ, ആ അരി അരച്ച സമയത്ത് പകുതി അരിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഈസ്റ്റും 2 ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം അരച്ച മാവ് ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് അരച്ച മാവ് ഇതാ ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത മാവാണിത്, അതും ഞാൻ ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് ഞാൻ രാവിലെ ഇട്ട് കൊടുക്കും, ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് ഈ അരച്ച മാവ് അടച്ച് വെച്ചിട്ട് പൊങ്ങാനായിട്ട് വെക്കാം. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ സാധാരണ എണീക്കുന്ന പോലെ തന്നെ എണീച്ച്, എന്നിട്ട് ഞാൻ ആദ്യം തന്നെ ചായൻ്റെ വെള്ളം അടുപ്പത്താക്കി. പിന്നെ ഞാൻ സാധാരണ ചായ കാച്ചൽ പാലും വെള്ളവും മിക്സ് ചെയ്തിട്ടാണ്. എന്നിട്ട് അതിലേക്ക് ചായപ്പൊടി പഞ്ചസാരയും ഒന്നിച്ചെന്നെ അങ്ങ് ഇട്ട് കൊടുക്കും. അതിന് ശേഷം ഞാൻ മാവ് നോക്കി, മാവ് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മാവ് അരച്ചിട്ട് ഒഴിച്ചത് കുറച്ച് വലിയ ചെമ്പിലാണ്, അതുകൊണ്ടാണ് പിന്നെ മാവ് പൊങ്ങിയത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അങ്ങനെ ചായ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി 2 വെള്ളാപ്പം ചുട്ടെടുക്കണം. അപ്പോൾ ഹസ്ബൻഡിന് പിന്നെ വെള്ളാപ്പം ചുടുന്ന സമയത്ത് ചായക്ക് നിർബന്ധമാണ്, അതുകൊണ്ട് ഞാൻ വേഗം തന്നെ 2 അപ്പം വേഗം ചുട്ടെടുത്തു. അതിന് ശേഷം പിന്നെ ഞാനും ഹസ്ബൻഡും കൂടി ചായ കുടിച്ച് ബാക്കിയുള്ള അപ്പം ഞാൻ ചുടാൻ വേണ്ടിയിട്ട് നിന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കാൻ നിന്ന്, ചിക്കൻ കറി. അപ്പോൾ ഞാൻ ഇതങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല, വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇട്ടുകൊണ്ട് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ മക്കളെ വിളിക്കാൻ നിന്ന്. മക്കൾക്ക് 7:45 ക്ലാസ് തുടങ്ങും, ഓൺലൈൻ ക്ലാസ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ മക്കളെ 7 മണിക്ക് വിളിച്ച്, പിന്നെ അവർക്ക് 7:45 ക്ലാസ് തുടങ്ങാൻ, അതുകൊണ്ട് 7 മണിക്ക് തന്നെ വിളിച്ച് പിന്നെ അവർക്കും ചായ കൊടുത്ത്, ചായക്ക് ചൂടുള്ള അപ്പം തന്നെയാണ് ഞാൻ അവർക്കും കൊടുത്തത്. പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡിന് ഒരു 9 അല്ലെങ്കിൽ 9:30 മണിക്കാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്, അതുകൊണ്ട് പിന്നെ അനിയത്തി എണീച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവളെ കിച്ചണിൽ കാണാത്തത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അനിയത്തി ഉണ്ടല്ലോ, അനിയത്തിനെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഞാനിത് അപ്പെല്ലാം ചുട്ടെടുത്ത് പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞാനും ഓളും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ മക്കൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ബ്രേക്ക് ഉണ്ടാകുന്ന സമയത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളായിട്ട് അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിട്ടല്ല, മക്കൾക്ക് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ വന്നല്ല ഓൾക്ക് സമയം കിട്ടാൻ കഴിക്കാൻ. അപ്പോൾ ഇളയ മോള് വന്നിട്ട് ഇരുന്നിട്ടുണ്ട്, ഓക്കെ ഇപ്പോൾ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടാളെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കിയുള്ള പണിയിലേക്ക് കിടന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ
പ്രത്യേകമായിട്ടുള്ള പണിയൊന്നുമില്ല. ഇപ്പം അണക്ക് എൻ്റെതായ പണി ഓക്കോളതായ പണി അങ്ങനെയൊന്നുമില്ല. എന്തെന്നാ കാണുന്ന ആ പണി അങ്ങ് കണ്ടറിഞ്ഞിട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഫിർസാനും അവൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ഇപ്പം ബ്രേക്ക്. അപ്പോൾ ഓന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷമുള്ള പാത്രമെല്ലാം ധാന്യത്തിയാണ് കഴുകുന്നത്. അപ്പോൾ ഞാനായിരുന്നു ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ക്യാമറ ചെറുതായിട്ടൊന്ന് അനങ്ങുന്നത്. ഓരോ നേരം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പിന്നെ പാത്രം കയറ്റി എടുക്കലാന്നല്ലേ ഏറ്റവും വലിയ പണി. ഭക്ഷണം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പാത്രം കയറ്റി എടുക്കലാണ് ഏറ്റവും വലിയ പണി. അങ്ങനെ നമ്മൾ പാത്രം കഴിഞ്ഞ ശേഷം പിന്നെ വേഗം തന്നെ ചോറിൻ്റെ വെള്ളം അടുപ്പത്താക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ മുട്ട കിട്ടീനി മീനിൻ്റെ, അപ്പോൾ അത് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലാം വെക്കുന്നൊന്നുമില്ല, ഏതാ വെക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന. പിന്നെ ഈ മത്തിൻ്റെ മുട്ടയും കൂടിയുണ്ട്. അപ്പോൾ മത്തി മുറിച്ച സമയത്ത് അവിടെ എടുത്ത് വെച്ചതേനു, അപ്പോൾ അതും കൂടി ഞാൻ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് വേണം മീൻ മുറിക്കാൻ വേണ്ടിയിട്ട് പോകാൻ. അപ്പോഴത്തേക്ക് അനിയത്തി അപ്പുറത്തുനിന്ന് ഓരോ പണിയെടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് അലക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതവിടുന്ന് വാഷിംഗ് മെഷീനിൽ നിന്ന് കറങ്ങുന്നുണ്ട്. പിന്നെ അടിച്ചു വരുമ്പോൾ അങ്ങനെ കാട്ടൊന്നും ഉണ്ടാവില്ല, 2 നേരം അടിച്ചു വാരും. ചിലപ്പോൾ വൈകുന്നേരം കൂടി അടിച്ചു വാരും, അതുകൊണ്ട് പിന്നെ അങ്ങനെ കാട്ടുണ്ടാവില്ല. അപ്പോൾ ചോറിൻ്റെ വെള്ളം തിളക്കുന്നുണ്ട്. അപ്പോൾ അനിയത്തി തന്നെയാണ് അരിയെല്ലാം കഴുകിയിട്ട് ഇടുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാനാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ചെറുങ്ങനൊന്ന് ഫ്രീ ആകുന്ന സമയത്ത് ഓളെന്തെങ്കിലും പണിയെടുക്കുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും. ഏത് ഫോണാ? ഐഫോണാ? ഇത് ഇത് ആളല്ല, ആന. ഇത് പുലി. പുലി. ഇത് ഇതെന്താ പറയാനിപ്പോ? അല്ല, പശുവല്ല. അപ്പോൾ ഇതാ ഈ ചെറിയ മോനും കൂടി ഉള്ളതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഓനിക്കും നല്ല ഹാപ്പിയാണ്. ഓന് പിന്നെ ഒറ്റയ്ക്ക് റൂമിൽ മുമ്പ് ഇങ്ങനെ ഇരുന്നതല്ല, അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, മക്കളായിട്ട് ഇങ്ങനെ കളിച്ചോളും. അപ്പോൾ ഇന്ന് ചോറിന് കറി ഉണ്ടാക്കാൻ വിചാരിച്ചത് വെള്ളരി തേങ്ങക്കറിയും പിന്നെ മത്തി മുളകിട്ടതും പിന്നെ ക്യാബേജ് വറവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മീനിൻ്റെ മുട്ട എടുത്ത് വെച്ചിരുന്നു, അപ്പോൾ അത് ഫുള്ളായിട്ട് പൊരിക്കുന്നൊന്നുമില്ല, കുറച്ച് എടുത്തിട്ട് പൊരിക്കുന്നുള്ളൂ. അങ്ങനെ വെള്ളരി മുറിച്ച് വെച്ച് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാബേജ് അടുപ്പത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ചോറുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ വെള്ളരി അടുപ്പത്താക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടുക്ക് ഓള് തുണി അലക്കി കഴിഞ്ഞിട്ടുണ്ടേനു, ആ തുണിയെല്ലാം ഒന്ന് ആറിയിടാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അനിയത്തിൻ്റെ തുണി ആറിയിടൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നാട്ടിൽ ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ മീൻ വെള്ളത്തിലിട്ടിനല്ല, അപ്പം മീൻ ഞാൻ ഇപ്പുറത്തുനിന്ന് മുറിക്കാൻ വേണ്ടിയിട്ട് നിന്ന്, ഓളിപ്പുറത്തുനിന്ന് കറി വെക്കാനും നിന്ന്. അപ്പോൾ ഞാൻ മത്തി കുറച്ച് മുളകിട്ട് വെക്കുന്നതാണ്, കുറച്ച് മത്തിയേ ഉള്ളൂ, അത് ഞാൻ ഫുള്ളായിട്ട് തന്നെ മുളകിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിനി, ഈ ഒരു മത്തിക്കറീൻ്റെ റെസിപ്പി. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടുകൊണ്ടാണ് ഞാനിതിൽ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ മീൻ മുളകട്ടക്ക് കലക്കി വെച്ചത് അടുപ്പത്താക്കി. അതിന് ശേഷം പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഞാൻ തുടച്ചിട്ട് വൃത്തിയാക്കാൻ നിന്ന്. ഇനി ഇവിടെ കുറച്ച് പാത്രം കൂടി കയറ്റെടുക്കാനുണ്ട്, അതും കൂടി കയറ്റെടുത്തിട്ട് പിന്നെ കുളി നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് ചോറുന്നാൻ ഇരിക്കും. അപ്പോഴത്തേക്ക് മക്കളെ ക്ലാസ്സെല്ലാം കഴിയും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീനിൻ്റെ മുട്ടയുടെ പൊരിക്കാനിട്ടിനു, അപ്പോൾ അത് ഇവിടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പുറം കറി തിളക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മത്തിൻ്റെ മുട്ട ഞാൻ പൊരിക്കുന്നില്ല, അത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെച്ച്. നാളെ എങ്ങാനും ചോറ് വെക്കുമ്പോൾ എടുത്തിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ച്. പിന്നെ ഇത് വലുതാന്നല്ല മുട്ട, അതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഓരോ പണിയെടുക്കുന്നതിനിടയ്ക്ക് പിന്നെ ഞാൻ ഇപ്പുറത്തുനിന്നും അപ്പുറത്തുനിന്നായിട്ടെല്ലാം ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട്. കറി അടുപ്പത്തുണ്ട്, അതുപോലെ തന്നെ മുട്ട അവിടുന്ന് പൊരിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പുറത്തുനിന്ന് ഇതാ സിങ്കെല്ലാം വൃത്തിയാക്കി. പിന്നെ കിച്ചൺ അടിച്ചു വാരാനുണ്ടായിട്ട് അതെല്ലാം ഒന്ന് അടിച്ചു വാരി. പിന്നെ നമ്മൾ മീൻ മുറിച്ചല്ല, അപ്പോൾ മീൻ മുറിച്ചാൽ എന്തായാലും
വൃത്തിയാക്കൽ കുറച്ച് അധികമാണെന്നല്ലോ, എല്ലായിടത്തും സോപ്പിട്ട് കഴുകലല്ലോ. പ്രത്യേകിച്ച് മത്തിയെല്ലാം മുറിക്കുന്ന സമയത്ത് എന്തായാലും വൃത്തിയാക്കേണ്ടി വരും. മത്തി എന്നല്ല, ഏത് മീനായാലും. പിന്നെ കുട്ടികളെ ഓൺലൈൻ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് നമ്മുടെ കുളി നിസ്കാരം കഴിഞ്ഞ ശേഷം ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഇരുന്നു. അങ്ങനെ ഒരു 5 മണി സമയത്ത് ഞാൻ പുറത്തെ ബാൽക്കണിയിൽ പച്ചമുളകിൻ്റെ തൈയും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഞാൻ വെള്ളം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇത് തുളസിയാണ്. പിന്നെ തക്കാളിൻ്റെ ഉണ്ട്. തക്കാളിൻ്റെ ഞാൻ കേടായ തക്കാളി ഉണ്ടാവില്ല, അത് ഞാൻ ചട്ടിയിൽ ഇട്ട് കൊടുത്തത്. നോക്കുമ്പോൾ അത് നല്ലോണം നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതുവരെ തക്കാളിയും പച്ചമുളകൊന്നും ആയിട്ടില്ല, എല്ലാം ആയി വരുന്ന സമയമാകുന്നേ ഉള്ളൂ. പിന്നെ ബാൽക്കണി ചെറിയ ബാൽക്കണിയാണ്, അത്ര വലിയ സൗകര്യമൊന്നുമില്ല. അതുകൊണ്ട് കൂടുതൽ ചെടി വെക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കിച്ചണിലിറങ്ങി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ ചായക്ക് പഴം പൊരിച്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ രാത്രിയത്തെ നാസ്തക്ക് അരി റൊട്ടിയും ഉള്ളിച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും നേരത്തെ തന്നെ ആക്കിയിട്ട് വെച്ച്. പിന്നെ മീനിൻ്റെ മുട്ട എടുത്തിട്ട് കുറച്ച് ഞാൻ മുട്ട ബുർജി പോലാക്കിയിട്ട് അതും വെച്ച് ഉള്ളിയും തക്കാളിയെല്ലാം ഇട്ടിട്ട് വാട്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.